ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും ഒരു മോർണിംഗ് റൂട്ടീൻ നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ചൊരു കറക്കും കറങ്ങി 2 സ്റ്റെപ്പ് ഇട്ടിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ടാണ് എന്താ എന്ന് വെക്കാമെന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഫ്രിഡ്ജിൽ ചിക്കനുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ എന്തൊക്കെയായാലും വേണ്ടില്ല, 3 നേരത്തേക്ക് ചിക്കൻ വറുത്തരച്ചുകൊണ്ട് കറി വെക്കാമെന്ന് കരുതിയത്. അപ്പോൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് ചിക്കൻ ക്ലീൻ ചെയ്ത് എടുക്കുന്ന നേരം കൊണ്ടാണ് വറുത്തരച്ച് വെക്കാനുള്ള തേങ്ങ ഇല്ല എന്ന് ഓർത്തേ. അപ്പോൾ തൊടിയിലൊക്കെ പോയി തേങ്ങയൊക്കെ എടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഞാൻ ശരിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ആ തേങ്ങയൊക്കെ നല്ല രീതിക്ക് ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ തേങ്ങ നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കളർ വരെ ഞാൻ തേങ്ങ വറക്കുള്ളൂ, കാരണം കൂടുതലായാൽ എനിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നും. അതിന് ശേഷം ഞാൻ 1 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 2-3 സ്പൂണ് മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ പൊടികളൊക്കെ ഇട്ട് ചെറിയ തീയിൽ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ചെമ്പ് വെച്ചിട്ട് തക്കാളി, ഉരുളക്കിഴങ്ങ്, ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ചിക്കൻ മസാല ഞാൻ വറക്കുമ്പോൾ ഇട്ട് കൊടുത്തില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ച മസാല ഇട്ടിട്ട് കൈ വെച്ച് നല്ല ഞെരടി കൊടുക്കുന്നുണ്ട്. ഈ കൈ വെച്ച് ഞെരടുന്നതിനെയാണോ ഈ കൈപ്പുണ്യം എന്ന് പറയുക. അതിന് ശേഷം ഞാൻ എൻ്റെ കുട്ടിമാണിക്ക് ഫുഡും കൊടുത്ത് ഹോളൊക്കെ അടിച്ച് വാരിയിട്ട് തുടച്ചിടുന്നുണ്ട്. അവിടെ തുടച്ചൊന്നിട്ടിട്ട് കാര്യമൊന്നുമില്ല, കാരണം അവൻ വന്ന് ഒക്കെ വൃത്തികേടാക്കും. അതിന് ശേഷം ഞാൻ ബാക്കിൽ പോയിട്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ പുല്ലൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി സെറ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചെക്കനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് അവൻ്റെ കൂടെ കുറച്ച് ഗുസ്തിയൊക്കെ കൂടി. ഇത്രയ്ക്കാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനായിട്ട് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.